ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മഷ്റൂം വേണോ? കയ്യിലുണ്ട്, എടുക്കട്ടെ എന്നൊക്കെ ആളെന്നോട് ചോദിച്ചു. അല്ലെങ്കിൽ ബ്ലാക്കിന് പെട്രോൾ കൊടുക്കുന്ന ആളുകൾ പറയുന്ന വിലയ്ക്ക് നിങ്ങൾ പെട്രോൾ വാങ്ങിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇവിടെ 1-2 പേര് വന്ന് കുളിക്കാൻ നോക്കിയിട്ട് മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. കൊടൈക്കനാലിന്റെ സ്വന്തം പൂണ്ടിയിൽ നിന്ന് വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മനസ്സ് നിറച്ച ഒരു മനോഹരമായ കാഴ്ചയുണ്ടായിരുന്നു ഉള്ളിൽ. ഒപ്പം ഇനി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും. ഹലോ ഗൈസ്, നമ്മളെ നെക്സ്റ്റ് ട്രിപ്പ് പോകാനാണ്. ഇത്തവണ പോകാൻ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. യെസ് ഗൈസ്, ഐ എം ബാക്ക്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്ര. പെട്ടിയും ബാഗും ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം കുറച്ചായി ഒരു നല്ല യാത്രയ്ക്ക് പോയിട്ട്. ഡെസ്റ്റിനേഷൻ പോലെ തന്നെ അടിപൊളിയായിരിക്കണം റൂട്ടും എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. സോ നമ്മൾ പാലക്കാട്, പൊള്ളാച്ചി, പളനി റൂട്ടാണ് ഈ യാത്രയ്ക്ക് സെലക്ട് ചെയ്തത്. ഏതാണ്ട് 1 മണിയൊക്കെ ആയപ്പോഴേ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചയൂണും ഇടയ്ക്കൊരു ടീ ഒക്കെ കുടിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം. കാരണം ഒരു നീണ്ട ഇടവേള, ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ടേ. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ റോഡ്? കമന്റ് ചെയ്യട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് പളനി ബൈപ്പാസിലാട്ടോ. ചെറിയൊരു തട്ടുകട കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്. ഒരു ടീ ബ്രേക്ക് ആയിരുന്നു ഉദ്ദേശം. അപ്പോഴാണ് ദേ ഇവൻ ക്യാമറയിൽ പെട്ടത്. ദേ അതാണ് പളനിമല. പളനി ബൈപ്പാസിൽ കയറിയത് മുതൽ പലയിടത്തു നിന്നും റോഡിന്റെ ഒരു വശത്തായിട്ട് നമുക്ക് ഈ മല കാണാൻ കഴിയും. ഇനി ഒരു 66 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തും. അപ്പൊ ഇനി കൊടൈക്കനാൽ വെച്ച് കാണാം. ചേട്ടാ, അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയത് പക്ഷേ ഇന്നലെ രാത്രിയായിരുന്നു. എത്തുമ്പോൾ അത്യാവശ്യം വൈകിയിരുന്നെങ്കിലും റൂമൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തത് കൊണ്ട് നേരെ പോയി ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിലെ റെസ്റ്റോറന്റ് ഓൾറെഡി അടച്ചു എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് പോണ വഴിയിൽ തന്നെ ഫുഡ് വാങ്ങിച്ചിട്ടാണ് പോയത്. യാത്രയുടെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഫ്രഷ് ആയി ഫുഡും കഴിച്ച് നേരെ പോയി ഉറങ്ങി. പിറ്റേന്ന് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങുമ്പോൾ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് കൊടൈക്കനാലിലുള്ള കോക്കേഴ്സ് വാക്കിലേക്കാണ്. താമസിച്ച ഹോട്ടലിന്റെ ഏതാണ്ട് അടുത്തായിരുന്നു കൊടൈക്കനാൽ ലേക്ക് വരുന്നത്. ലേക്കിന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ കോക്കേഴ്സ് വാക്കിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാനും കഴിഞ്ഞിരുന്നു. ഒരാൾക്ക് 20 രൂപ ആട്ടോ ടിക്കറ്റ്. 1 മണിക്കൂറേക്കാണ് അവർ 20 രൂപ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കാണാനുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കോക്കേഴ്സ് വാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും വാക്ക് വേ ആണ് കേട്ടോ. ഇതിലൂടെ ഒരുപാട് പേര് നടന്നു പോവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള വിഷ്വൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊടൈക്കനാലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാട്ടോ. ഞാൻ അതാണ് ഈ രൂപക്കൂട്ടി കയറിയ പോലെ ഇരിക്കണേ. ഈ സൈഡൊന്നും ഇല്ല കേട്ടോ, വലിയ വൃത്തിയൊന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. അതല്ല, ഇതെന്താ പറ്റിയെന്നാ ചോദിച്ചത്. എക്സ്റ്റൻഷൻ ആണോ പുതുതായിട്ട് എടുക്കുന്നത്? സൈഡ് സീനറി ഒക്കെ കൊള്ളാം. ചുടക്കാരുടെ ഒരു തളിച്ചൊന്നുമില്ല. പിന്നെ ഇന്ന് വീക്കെൻഡ് അല്ല, വീക്ക് ഡേയ്സ് ആണ്. കുറച്ച് ഉയരത്തിൽ പണിത് വെച്ച ഒരു വാക്ക് വേ. ഇടതുവശത്ത് സേഫ്റ്റിക്ക് വേണ്ടി ഹാൻഡ് റെയിലിംഗ് ഉണ്ടായിരുന്നു. വഴി നീളെ വലതുവശം ചേർന്ന് കുറേ തരം കടകളും കാണാം. സാധാരണ ടൂറിസ്റ്റ് പ്ലേസിൽ കാണുന്ന സ്ഥിരം കടകൾ, സ്വെറ്റേഴ്സ്, ചപ്പൽസ്, ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സ്, അങ്ങനെ പലതും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല കുട്ടികളെ ആകർഷിക്കാനുള്ള കളിപ്പാട്ടങ്ങളും ഇവിടെ കൂടുതലായിട്ട് കാണാം. വലതുവശത്തൊക്കെ കടകളാണെങ്കിൽ ഇടതുവശത്ത് കൊടൈക്കനാലിൻ്റെ ഒരു കിടിലൻ വ്യൂ ആണ് ഈ വാക്ക് വേ ഒരുക്കി വെച്ചേക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 2:30 ശേഷമൊക്കെ വരികയാണെങ്കിൽ ഈ വ്യൂവിന്റെ ഏറ്റവും ക്ലിയറസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരം ഒക്കെ കോട ഇറങ്ങാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടുള്ള ഒരു നടത്തം, കൂടെ കിടിലൻ ഒരു സീനിക് വ്യൂ. അത്തരത്തിൽ പീസ്ഫുൾ ആയിട്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോക്കേഴ്സ് വാക്ക് വേ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാനും ചില കാര്യങ്ങളുണ്ട്. ഇവിടെ തീരെ സേഫ്റ്റി ഇല്ലാത്തൊരു പോർഷനാണിത്. കാരണം ജസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നേരെ താഴേക്ക് എത്തും. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ചുമ്മാ ചാക്ക് കെട്ടുകൾ, അത് ഇത് ഒരു വൃത്തിയില്ലാത്ത പോലെ. നമ്മൾ ഊട്ടി പോയ സമയത്ത് കുറച്ചുകൂടെ നീറ്റ്നെസ് ഫീൽ ചെയ്തിരുന്നു. ഒരു ചെറിയ തട്ടിക്കൂട്ട് അട്രാക്ഷൻ ആയതുപോലെ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തോന്നിയിട്ടാ.
വോക്ക് വേയിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റുള്ള ബോട്ട് ഹൗസിലേക്കാണ് അതിനുശേഷം പോയത്. ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. മുന്നിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് കൊടൈക്കനാൽ ലേക്കാണിത്. എല്ലാവരും ബോട്ടിങ്ങിനാണ് ബോട്ട് ഹൗസിൽ പോകുന്നത്. പക്ഷേ ഞാൻ സൈക്ലിംഗ് ആട്ടോ ചെയ്തത്. അതിന് വേറൊരു കാരണമുണ്ട്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ബാക്കിയുള്ളത് ഹോഴ്സ് റൈഡിങ്ങും സൈക്ലിങ്ങും പോലെയുള്ള ആക്ടിവിറ്റീസ് ആണ്. ഹോഴ്സ് റൈഡിങ്ങിന്റെ കാര്യത്തിൽ പഴയൊരു മൂന്നാർ ഓർമ്മ നിലനിൽക്കുന്നുണ്ട്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ സൈക്ലിംഗ് ചൂസ് ചെയ്തു. അപ്പോഴേക്കും കോട ഇറങ്ങി തുടങ്ങിയതുകൊണ്ട് സൈക്ലിംഗ് മതിയാക്കി ഞാൻ റൂമിലേക്ക് വിട്ടു. രാത്രിയേക്കുള്ള ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ ഡേ 1 അറ്റ് കൊടൈക്കനാൽ വളരെ സിമ്പിളായി ബ്യൂട്ടിഫുള്ളായി കഴിഞ്ഞു. കൊടൈക്കനാൽ ഡേ 2. ഡേ 1നേക്കാൾ സിമ്പിൾ ആയിരുന്നു ഡേ 2. കാരണം ആകെ ഒരൊറ്റ ഡെസ്റ്റിനേഷൻ മാത്രമേ ആ ദിവസത്തെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൊടൈക്കനാലിൽ നിന്ന് 39 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ ആ ഒരു സ്ഥലത്ത് എത്തുള്ളൂ. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ഞാനും അവിടേക്ക് എത്തിയത്. എന്നാൽ ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് കാരണം ആ റൂട്ടാണ്. ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള കിടിലൻ വൈബ് റൂട്ടായിരുന്നു അത്. വൈബ് മാത്രമല്ല കേട്ടോ, അത്രയും തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണിത്. കാരണം ആനിമൽസിനെയൊക്കെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നുള്ള ബോർഡ് വഴി നീളെ നിങ്ങൾക്കും കാണാം. അതുകൊണ്ട് തന്നെ ഈ വഴി വരികയാണെങ്കിൽ ഫോട്ടോ എടുക്കാനോ മറ്റോ വണ്ടി നിർത്തണമെന്ന് തോന്നിയാലും ആളുകളോ കടകളോ ഒക്കെ ഉള്ള ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രം വണ്ടി നിർത്താൻ ശ്രദ്ധിക്കുക. കൊടൈക്കനാലിന് വരുമ്പോൾ മന്നവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് വരേണ്ടത്. അവിടെ നിന്ന് നമ്മൾ പൂണ്ടിയിലേക്കുള്ള റോഡ് കയറണം. അതെ, പൂണ്ടിക്ക് വേണ്ടിയാണ് കൊടൈക്കനാലിലെ 2ാമത്തെ ദിവസം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലായത് ഈ ഒരു വിഷ്വല് കാണാൻ തുടങ്ങിയപ്പോഴാണ്. പച്ചപ്പ് നിറഞ്ഞ താഴ്വാരം, നീലനിറം ഇറങ്ങി തുടങ്ങിയ കുന്നുകള്, മലകള്, പതുപതുത്ത തൂവെള്ള മേഘങ്ങള്, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നീലാകാശം. ഒരു 11 മണിക്ക് അവിടെ നിന്ന് വണ്ടി വിട്ടെ. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണിയാണ് കേട്ടോ. കാരണം നല്ല വെയിൽ ആയതുകൊണ്ട് കുറച്ചുകൂടെ വണ്ടി തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റാണ്. ദിസ് ഇസ് പൂണ്ടി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പൂണ്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമം മുഴുവൻ നമുക്ക് ഇന്ന് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട് പൂണ്ടിയിൽ. അത് അന്വേഷിച്ചാണ് ഞാനും എത്തിയിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് അവിടേക്കുള്ള നടത്തത്തിലായിരുന്നു. ആ സമയത്താണ് ഈ പോയ ചേട്ടൻ എന്നെ പാസ് ചെയ്തത്. നടന്നെടുത്തെത്താറായപ്പോൾ ആളുടെ നടത്തത്തിന്റെ വേഗത ഒന്ന് കുറഞ്ഞു. എന്റെ അടുത്ത് ടൂറിസ്റ്റ് ആണോ, മലയാളിയാണോ, തമിഴ്നാടാണോ എന്നൊക്കെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ചോദിച്ചു. പെട്ടെന്ന് അയാൾ കണ്ടന്റിലേക്ക് വന്നു. മഷ്റൂം വേണോ, കയ്യിലുണ്ട്, എടുക്കട്ടെ എന്നൊക്കെ ആളെന്നോട് ചോദിച്ചു. ആള് തമിഴനായിരുന്നു, പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന തമിഴായിരുന്നു. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ലെങ്കിലും സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല ചേട്ടാ, വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നൈസായിട്ട് വലിഞ്ഞു. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് കൊടൈക്കനാലിൽ സുലഭമാണ്. ഒരുപാട് പേര് അതിന്റെ ഏജൻസ് ആയിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പോഴേക്കും കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ മഴയായിരുന്നല്ലോ. പക്ഷെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ചുകൊണ്ട് ആ കാഴ്ച കാണാനുള്ള കൊതിയും കൊണ്ട് ഞാൻ നടന്നു. പൂണ്ടിയിലെ അതിമനോഹരമായ ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം മറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഒരു ലേക്കില്ലേ പൂണ്ടിയിലുള്ള, ആ ലേക്കിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് ഒരു 1-2 പേര് ഞങ്ങളടുത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞു. നെഗറ്റീവ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ 1-2 പേര് വന്ന് കുളിക്കാൻ നോക്കിയിട്ട് മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് പേര് പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ കണ്ടു വന്നോ, വിഷയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ കൊതിച്ചിട്ട് അത്രയും ദൂരം കഷ്ടപ്പെട്ട് നടന്നു വന്ന ആ ഒരു ലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോളൂ. ഇങ്ങനെയുണ്ട് നമ്മുടെ ലൊക്കേഷൻ. ഷീപ്പ് ഫാം വിസിറ്റ്, ഹോഴ്സ് റൈഡിങ് പോലെയുള്ള പല ആക്ടിവിറ്റികളും പൂണ്ടീനെ ചുറ്റിപ്പറ്റി ഇവിടെയുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഇവിടുത്തെ ഈ മാജിക്കൽ ബ്യൂട്ടി തന്നെയാണ്. നേരിട്ട് കണ്ടപ്പോൾ അതിഗംഭീര സ്ഥലമാണ് കേട്ടോ. ശരിക്കും ഒരു മിനി സ്വിറ്റ്സർലൻഡ് തന്നെ. അതാ വീണ്ടും മഴ ചാറാൻ തുടങ്ങി കേട്ടോ.
ഇവിടെ കാലാവസ്ഥയ്ക്ക് ഒരു സ്ഥിരതയില്ല. ഇടയ്ക്ക് കോടയാണ്, ഇടയ്ക്ക് മഴയാണ്, ഇടയ്ക്ക് ചെറിയൊരു വെയിൽ കാണാം. കുടയും കോട്ടുകളൊക്കെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് നനയാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇറങ്ങി താഴെ എത്താറായപ്പോഴേക്കും കോടയൊക്കെ നന്നായി കുറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷെ നല്ല വിശപ്പ് കിട്ടിയിട്ടോ. കാരണം അത്രയും ദൂരം നടന്ന് അത്രയും ദൂരം തിരിച്ചു ഇറങ്ങി. അവിടെ ആണെങ്കിൽ കഴിക്കാനൊന്നുമില്ല, ഒരുപാട് കടകളുമില്ല. ഉണ്ടായിരുന്ന ഒരെണ്ണം നമ്മുടെ ലേക്കിന്റെ അടുത്തായിരുന്നു. പിന്നെ ദേ ഈ ഒരെണ്ണം വണ്ടി പാർക്ക് ചെയ്തതിന്റെ സൈഡിലായിരുന്നു ഈ കട. ദാ ഈ മീനാക്ഷി ചേച്ചിയായിരുന്നു അവിടുത്തെ ഓൾ ഇൻ ഓൾ. ബ്രെഡ് ഓംലെറ്റ്, നൂഡിൽസ്, ബിസ്ക്കറ്റ്സ്, പഴം, ഇതൊക്കെയായിരുന്നു കഴിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ നൂഡിൽസും കഴിച്ചു, ബ്രെഡ് ഓംലെറ്റും കഴിച്ചു. രണ്ടും കഴിച്ചിട്ടും വിശപ്പ് മാറിയില്ലെങ്കിലും ഒരാശ്വാസം ഉണ്ടായിരുന്നു. എൻട്രി ഫീ ഇല്ലാത്ത, ടൈം ലിമിറ്റ് ഇല്ലാത്ത ഒരു ലൊക്കേഷൻ. പേരൻപ് പോലെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. കാണാനെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന പ്രകൃതിയുടെ മാജിക്കൽ ബ്യൂട്ടി. കൊടൈക്കനാലിന്റെ സ്വന്തം പൂണ്ടിയിൽ നിന്ന് വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മനസ്സ് നിറച്ച ഒരു മനോഹരമായ കാഴ്ചയുണ്ടായിരുന്നു ഉള്ളിൽ. ഒപ്പം ഇനി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആദ്യത്തെ കാര്യം അവസാനം പറയാം. രണ്ടാമത്തെ കാര്യം പെട്രോളിനെ കുറിച്ചാണ്. പൂണ്ടിയിൽ പെട്രോൾ പമ്പ് ഇല്ല. ബ്ലാക്കിന് മാത്രമേ അവിടെ പെട്രോൾ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൊടൈക്കനാലിന് വരുമ്പോൾ നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബ്ലാക്കിന് പെട്രോൾ കൊടുക്കുന്ന ആളുകൾ പറയുന്ന വിലയ്ക്ക് നിങ്ങൾ പെട്രോൾ വാങ്ങിക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം ഫുഡാണ്. അവിടെ പ്രോപ്പർ ആയിട്ട് ഫുഡ് ലഭിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. അത്യാവശ്യത്തിനുള്ള വിശപ്പ് മാറ്റാനുള്ള ഐറ്റംസ് കയ്യിൽ കരുതിയ നന്നായിരിക്കും. കൂട്ടത്തിൽ വെള്ളവും കരുതിക്കോളൂ. അടുത്തത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പൂണ്ടിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ വെയിലും മഴയും കോടയും മാറി മാറി വരുന്നത് നിങ്ങളും കണ്ടതാണ്. അതുകൊണ്ട് ആവശ്യാനുസരണം റെയിൻകോട്ടുകളും കുടകളും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അടുത്തത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കൊടൈക്കനാലില് ലഹരി വസ്തുക്കൾ കൂടുതലാണ്. അത് വിൽക്കുന്ന ആളുകളും ഏജന്റുമാരും കൂടുതലാണ്. അപ്പോൾ നമ്മളെ ആരെങ്കിലും ഒക്കെ സമീപിച്ചാലും സമീപനത്തോടെ അത് നേരിടാനും ഡീൽ ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവസാനം പറയാമെന്ന് പറഞ്ഞ ആ ആദ്യത്തെ കാര്യം. കൊടൈക്കനാലിലെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ സീസണിലെയും അവസ്ഥകളും പ്രശ്നങ്ങളും അപകട സാധ്യതകളും അറിയാൻ കഴിയുന്നത് അവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡുകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പൂണ്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഫോറസ്റ്റ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അനുസരിക്കുക. അനുസരിക്കാത്തത് അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എത്തിയ പൂണ്ടിയിൽ 2 ദിവസം മുന്നേ മരണം നടന്നു എന്ന് ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ബി കെയർഫുൾ. കൊടൈക്കനാൽ യാത്രാ വിശേഷങ്ങൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള അടിപൊളി യാത്രകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത യാത്രയിൽ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് യുവർ ക്യാമ്പ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.